സ്ഥലത്തിൽ കുളിക്കുമ്പോഴോ മറ്റോ ഒരു തടിപ്പ് കണ്ട് എല്ലാ തടിപ്പും ക്യാൻസർ ആണെന്ന് ആദ്യമേ ചിന്തിച്ച് ടെൻഷൻ അടിച്ച് ഗൂഗിള് തപ്പി നോക്കി അങ്ങനെ വിഷമിക്കുന്ന കുറെ ആളുകളുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്ക് ഏറ്റവും വളരെ സിമ്പിളായി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് ഉദ്ദേശിക്കുന്നത്. സ്തനത്തിലുള്ള എല്ലാ തടിപ്പും ക്യാൻസർ ആണോ ഡോക്ടറെ? ഒട്ടുമിക്ക രോഗികൾക്കും ഉണ്ടാകുന്ന സംശയമാണ് സ്ഥലത്തിലുള്ള തടിപ്പുകളെല്ലാം ക്യാൻസർ ആണോ എന്നുള്ളത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് നല്ലൊരു ശതമാനം സ്ഥലത്തിലെ തടിപ്പുകളും ബെനൈൻ എന്ന കാറ്റഗറിയാണ്, എന്ന് വെച്ചാൽ ക്യാൻസറുമായി നേരിട്ട് ബന്ധമില്ലാത്തതാണ്. ഏറ്റവും കൂടുതലായി കാണുന്നത് എസ്പെഷ്യലി ചെറുപ്പക്കാരികൾ കാണുന്ന ഒന്നാണ് ഫൈബ്രോ അഡിനോമ. പിന്നെ മറ്റൊന്നാണ് ബ്രസ്റ്റിൽ വെള്ളം നിറയുന്ന ഒന്നാണ് ബ്രസ്റ്റ് സിസ്റ്റ്. പീരീഡ്സുമായി ബന്ധപ്പെട്ട് ഹോർമോണിൽ രക്തത്തിൽ ഉണ്ടാകുന്ന വ്യത്യാസത്തിനനുസരിച്ച് ലംബി അല്ലെങ്കിൽ ഒരു ബ്രസ്റ്റ് തടിപ്പുള്ളത് രീതിയിലും ആളുകൾ പലപ്പോഴും വരാറുണ്ട്. അപ്പൊ ഈ രീതിയിലുള്ളതൊന്നും ക്യാൻസറുമായി ഒരു ബന്ധവും ഇല്ലാത്തതാണ്. മറ്റൊന്നെന്ന് പറയുന്നത് നമ്മൾ ടച്ച് ചെയ്ത് അല്ലെങ്കിൽ പാൽപേറ്റ് ചെയ്ത് നമ്മളൊന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും നമ്മൾ ക്യാൻസർ സർജറികൾ ചെയ്യും, പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്താൽ പോലും നമുക്ക് തൊട്ട് കഴിഞ്ഞാൽ അത് ക്യാൻസർ ആണോ അല്ലേ എന്ന് നേരിട്ട് ഉറപ്പിച്ച് പറയാൻ പറ്റാറില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒട്ടുമിക്ക തടിപ്പുകളും ക്യാൻസർ അല്ല. അതിലുപരി ഏറ്റവും പ്രധാനപ്പെട്ട് മനസ്സിലാക്കേണ്ടത് നമ്മൾ ഏതൊരു ബ്രസ്റ്റിലുള്ള തടിപ്പിനെയും നിർബന്ധമായും ടെസ്റ്റുകൾ ചെയ്ത് അത് ക്യാൻസർ അല്ല എന്നുള്ളത് ഉറപ്പിക്കേണ്ടതാണ്. ഇപ്പൊ ഡോക്ടർ, ഈ ബ്രസ്റ്റ് ലംബിലുള്ള വേദനയും ക്യാൻസറും തമ്മിലുള്ള ബന്ധം എന്താ? പലപ്പോഴും ആളുകൾ ചിന്തിക്കുന്നത് വേദന എന്ന് പറയുന്നത് ഇൻഫെക്ഷൻ ആണ്, വേദന ഇല്ല എന്ന് പറയുന്നത് നോർമൽ ആണ് എന്നാണ്. ഒരിക്കലുമല്ല. ക്യാൻസറിന്റെ ആരംഭത്തിലുള്ള തടിപ്പുകൾ ഒരിക്കലും വേദന ഉണ്ടാക്കാറില്ല. പല രോഗികളും നമ്മളോട് പറയാറുള്ളത് വേദന ഇല്ല എന്ന് കരുതി, പക്ഷെ അത് വലിയ രീതിയിൽ വലുതാകാൻ തുടങ്ങിയപ്പോഴാണ് ഞങ്ങൾ ശ്രദ്ധിച്ചതെന്നാണ്. നമുക്ക് മനസ്സിലാക്കേണ്ടത് രണ്ട് കാര്യങ്ങളാണ്. തുടക്കത്തിലുള്ള ക്യാൻസർ പലപ്പോഴും വേദന ഉണ്ടായിട്ടല്ല പ്രസന്റ് ചെയ്യാറുള്ളത്. വേദന ഉള്ള തടിപ്പുകളിൽ പലതും സിസ്റ്റോ അല്ലെങ്കിൽ ഹോർമോൺ ഇൻബാലൻസോ കൊണ്ടിട്ടുള്ളതാവാറുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ നിർബന്ധമായിട്ടും ചെയ്യേണ്ടത് ഏതൊരു ബ്രസ്റ്റിലെ തടിപ്പും നിർബന്ധമായും ഇവാലുവേറ്റ് ചെയ്യണം. നമുക്ക് വിഷമകരമായിട്ടുണ്ടാകുന്ന ഒരു സാഹചര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും രോഗികൾ വേദനയില്ല എന്നുള്ള കാര്യത്തിൽ ചെറിയ രീതിയിലുള്ള തടിപ്പ് 3, 4, 5, 6 മാസം വെയിറ്റ് ചെയ്ത് വലുതായി ക്യാൻസറിന്റെ മറ്റ് സിംറ്റംസ്, തൊലിയിൽ വീക്കം വരിക അല്ലെങ്കിൽ ചെറിയ ചെറിയ കുത്തു പോലെയുള്ള ബ്യൂട്ടി ഓറഞ്ച് എന്നുള്ള അപ്പിയറൻസ് വരിക, അങ്ങനെയുള്ള ക്യാൻസർ ഒരു സ്റ്റേജ് കൂടി വരുമ്പോൾ പേടി ഉണ്ടായിട്ടാണ് പലപ്പോഴും രോഗികൾ നമ്മളെടുത്ത് വരാറുള്ളത്. ബ്രസ്റ്റ് ക്യാൻസറും വേദനയും തമ്മിൽ തുടക്കത്തിൽ ഒരു ബന്ധവും ഇല്ല എന്നുള്ള സത്യം ഉൾക്കൊള്ളുക എന്നുള്ളത് തന്നെയാണ് ഇതിനുള്ള മാർഗം. അപ്പോൾ ഡോക്ടറെ, ഈ ബ്രസ്റ്റിൽ തടിപ്പ് കണ്ടാൽ തുടർന്ന് എന്താ ചെയ്യേണ്ടത്? നമ്മൾ ബ്രസ്റ്റ് ക്ലിനിക്കിൽ നമ്മൾ പേഷ്യന്റ് തടിപ്പുമായി വന്നു കഴിഞ്ഞാൽ നമ്മൾ 3 കാര്യങ്ങളാണ് ചെയ്യുക. ഒന്ന്, അത് ക്ലിനിക്കലി പരിശോധിച്ച് നോക്കി അത് ഹാർഡാണോ, കട്ടിയുള്ളതാണോ, അതോ ബ്രസ്റ്റിന്റെ ഉള്ളിലുള്ള കോശങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് തുടർന്ന് ഒട്ടിയിരിക്കുന്ന അല്ലെങ്കിൽ മൂവ് ചെയ്യാൻ പ്രയാസമുള്ളതാണോ, അതുപോലെ തന്നെ അതിന് ബ്രസ്റ്റിന്റെ തൊലിയിൽ ഇൻഫിൽട്രേഷൻ അല്ലെങ്കിൽ ചിത്രത്തിൽ കാണുന്നത് പോലെ തൊലി ഉൾപ്പെട്ടിട്ടുണ്ടോ, നിപ്പിളിൽ നിന്ന് ബ്ലീഡിംഗ് ഉണ്ടോ, അതുപോലെ കക്ഷത്തിലേക്ക് കഴലുകളിലേക്ക് പടർന്നിട്ടുണ്ടോ. ഈ രീതിയിലുള്ള സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് ക്യാൻസറിനുള്ള സാധ്യതകളുണ്ട്. നോർമലായിട്ടുള്ള ബെനൈൻ ആയിട്ടുള്ള ക്യാൻസർ അല്ലാത്ത കണ്ടീഷനിൽ ചില കേസുകളിൽ ഇങ്ങനെ ഉണ്ടാവാറുണ്ടെങ്കിലും ഈ രീതിയിൽ ഉണ്ടെങ്കിലും നിർബന്ധമായിട്ടും നമ്മൾ ക്യാൻസറിനെ സംശയിക്കണം. അതുപോലെ തന്നെ അടുത്ത സ്റ്റെപ്പാണ് ചെറുപ്പക്കാരികളായ ആളുകളിൽ നമ്മൾ അൾട്രാസോണോഗ്രഫി എടുക്കും. അതൊരു 100% വേദന ഇല്ലാത്ത ഒരു സ്കാനിങ്, നോർമൽ സ്കാനിങ് ആണ്, ബ്രസ്റ്റിന്റെ ആണെന്നുള്ളൂ. അതുപോലെ കുറച്ച് സെക്കൻഡുകൾ നമ്മൾ പ്രസ് ചെയ്ത് ബ്രസ്റ്റിനെ എക്സ്റേ എടുക്കുന്നതിനാണ് മാമോഗ്രാം. പ്രത്യേകിച്ച് പ്രായമായ സ്ത്രീകളിലാണ് ഇത് ചെയ്യാറുള്ളത്. ചില കണ്ടീഷനിൽ നമ്മൾ ഇത് രണ്ടും കൂടെ കോറിലേറ്റ് ചെയ്തിട്ടാണ് എടുക്കാറുള്ളത്. അതുപോലെ ഇത് രണ്ടിലും നമുക്ക് സംശയങ്ങൾ ഉണ്ടെങ്കിൽ തുടർന്ന് നമുക്ക് പോകാനുള്ള സ്റ്റെപ്പാണ് നമ്മൾ ബയോപ്സി എടുക്കും. ബയോപ്സി എടുക്കുമ്പോൾ നമ്മൾ FNAC മാത്രമാണ് ചിന്തിച്ചിരുന്നത്. റൂക്കട്ട് ബയോപ്സി ചിത്രത്തിൽ കാണുന്ന പോലെ നമ്മൾ എടുക്കുന്നത് മുഖേന കൂടുതൽ കോശങ്ങൾ പഠനവിധേയമാക്കാനും ആവശ്യമെങ്കിൽ ഓപ്പറേഷന് മുന്നേ കീമോതെറാപ്പി കൊടുക്കാനുമുള്ള അത് മുഖേന നമ്മൾ ചികിത്സ കുറച്ച് ബെറ്റർ ആക്കാനും ചെറുതാക്കാനും നമുക്ക് പലപ്പോഴും സാധിക്കാറുണ്ട്. അപ്പോൾ തടിപ്പിൽ ബയോപ്സി എടുത്തു കഴിഞ്ഞാൽ ക്യാൻസർ സ്പ്രെഡ് ആവൂലേ? ബയോപ്സി എന്ന് പറയുന്നത് വളരെ സിമ്പിളായി OP ബേസിസിൽ ചെയ്ത് കുറഞ്ഞൊരു 10-20 മിനിറ്റ് ഒബ്സർവേഷൻ സാധാരണ രീതിയിൽ പറയുന്ന ഒരു ലോക്കൽ അനസ്തീഷ്യയിൽ തൊലിയിലുള്ള ചെറിയ ഒരു സൂചി കൊണ്ട് ചെയ്യണ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രൊസീജിയർ മാത്രമാണ് ബയോപ്സി. മിനിറ്റുകൾ മാത്രമാണ് ബയോപ്സി ഉണ്ടാവുക. ഇത് കാരണം ക്യാൻസർ ഒരിക്കലും സ്പ്രെഡ് ആവില്ല. പലപ്പോഴും ബ്രസ്റ്റിന് മുന്നേ നമ്മൾ എല്ലാ കേസിലും തുടക്കത്തിൽ സർജറി ചെയ്ത് അതിനുശേഷം ആവശ്യമെങ്കിൽ കീമോയും റേഡിയേഷനും കൊടുത്തിരുന്ന ഒരു സംവിധാനമായിരുന്നു
മുന്നേ ഉണ്ടായിരുന്നത്. എന്നാൽ ഇന്ന് അത് മാറി പലപ്പോഴും ഉദാഹരണം പറഞ്ഞാൽ TNBC അല്ലെങ്കിൽ HER2 പോസിറ്റീവ് അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള തടിപ്പുകൾ, ഈ രീതിയിലുള്ള കാര്യങ്ങളിൽ നമ്മുടെ ക്യാൻസറിന്റെ സൈസ് കുറയ്ക്കാനും അസുഖം സർജറി ചെറുതാക്കാനും അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് ചെറുതാക്കാനും വേണ്ടി നമുക്ക് തുടക്കത്തിൽ കീമോതെറാപ്പി കൊടുക്കാനുള്ള നിയോ അഡ്ജുവന്റ് കീമോതെറാപ്പി എന്നുള്ള മെത്തേഡാണ് നമ്മൾ മുന്ന് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ഈ കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ നമുക്ക് നിർബന്ധമായിട്ടും ബയോപ്സി എടുക്കുകയാണ് വേണ്ടത്. ഈ ബയോപ്സി കാരണം ആളുകളിൽ നടത്തിയ പഠനത്തിൽ ഒന്നും തന്നെ ബയോപ്സി കാരണം ക്യാൻസർ സ്പ്രെഡ് ആകും എന്നുള്ള ഒരു കാര്യം ഇതുവരെ തെളിഞ്ഞിട്ടില്ല. അത് വേറൊരു മിഥ്യാധാരണ മാത്രമാണ്. ഡോക്ടർ, എനിക്ക് 30 വയസ്സായിട്ടുള്ളൂ, അപ്പൊ എനിക്ക് ക്യാൻസർ വരില്ലല്ലോ? വലിയ രീതിയിലുള്ള ഒരു മിഥ്യാധാരണയാണ് ചെറുപ്പക്കാരികളിൽ ക്യാൻസർ വരില്ല എന്നുള്ളത്. മാറി വരുന്ന ജീവിത സാഹചര്യങ്ങളും മറ്റ് നമ്മളെ ജനിതകമായ കാരണമുള്ള ആളുകളിൽ നിർബന്ധമായിട്ടും ക്യാൻസറുകൾ 30കളിൽ വരാം. പക്ഷെ അത് റയറാണ്. പക്ഷെ ഒരിക്കലും അത് വരില്ല എന്ന് നമ്മൾ ചിന്തിക്കരുത്. നമ്മളെ OP-യിൽ തന്നെ പല പേഷ്യൻസും 30-35 വയസ്സിനുള്ള പേഷ്യൻസിനെ നമ്മൾ ഓപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബ്രസ്റ്റുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള കംപ്ലൈന്റുകൾ ഈ 40 വയസ്സിന് താഴെ കൂടുതലായിട്ട് കാണാറുണ്ട്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓൾവേസ് മോസ്റ്റ്ലി 40 വയസ്സിനോ 50 വയസ്സിന് ശേഷമാണ് ബ്രസ്റ്റ് ക്യാൻസർ ഉള്ളത്. ജനറലി അങ്ങനെയാണ് ഉള്ളത്. പിന്നെ അതുപോലെ ഇതിന്റെ കൂടെ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ടത് 1% ബ്രസ്റ്റ് ക്യാൻസർ ആണുങ്ങളിലാണ് കാണുക. ഈവൻ അതുകൂടെ നമ്മൾ ഇതിന്റെ കൂടെ ശ്രദ്ധിക്കേണ്ടതാണ്. ഡോക്ടർ, ഈ ബ്രസ്റ്റിലെ തടിപ്പിലെ അപകട സൂചനകൾ എന്തൊക്കെയാണ്? ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞാൽ നിപ്പിളിൽ നിന്ന് ഒരു തടിപ്പിന്റെ കൂടെ നിപ്പിളിൽ നിന്ന് ബ്ലഡ് സ്റ്റെയിൻഡ് ഡിസ്ചാർജ് വരിക, റീസെന്റ് ആയിട്ട് ഇപ്പൊ അടുത്തുള്ള നിപ്പിൾ കുഴിഞ്ഞു പോകുന്ന രീതിയിൽ ഉണ്ടാവുക. അതുപോലെ തൊലിയിൽ ചിത്രത്തിൽ കാണുന്ന പോലെ ക്യൂഡി ഓറഞ്ച് അല്ലെങ്കിൽ ഓറഞ്ചിന്റെ തൊലിയിൽ ഉണ്ടാവുന്ന ചെറിയ ചെറിയ ഡോട്ട് പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാവുക. അതുപോലെ മറ്റ് കക്ഷത്തില് മറ്റ് തടിപ്പുകൾ ഉണ്ടാവുക. തൊട്ട് നോക്കുമ്പോൾ ഹാർഡായിട്ടുള്ള ഫീൽ ചെയ്യും, റാപ്പിഡായിട്ട് സ്പീഡായിട്ട് വളരുകയും ചെയ്യുന്നത് ക്യാൻസറിന്റെ ഒരു സിഗ്നലാണ്. ഈ സിഗ്നലുകളെല്ലാം ഉണ്ട് എന്നുള്ളത് ക്യാൻസർ ആണ് എന്നുള്ളതിന്റെ 100% പ്രൂഫ് അല്ല. ഈ സിഗ്നൽ ഉള്ളത് നമ്മൾ നിർബന്ധമായിട്ട് ഈ തടിപ്പുകളെ നമ്മൾ ടെസ്റ്റ് ചെയ്ത് ക്യാൻസർ അല്ല എന്ന് ഉറപ്പിക്കാനുള്ള നമ്മളെ ശരീരം തരുന്ന ഒരു സിഗ്നൽ മാത്രമാണ്. പലപ്പോഴും നോർമലായിട്ടുള്ള കേസുകളിലും ഇത് കാണാറുണ്ട്. എങ്കിൽ കൂടെ ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നിർബന്ധമാണ്. ഈ ബ്രസ്റ്റ് സെൽഫ് എക്സാമിനേഷനെ പറ്റിയിട്ട് ഒന്ന് പറയാമോ? സാധാരണ സ്ത്രീകൾ പീരീഡ്സിന് ശേഷം കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം കണ്ണാടിക്ക് മുമ്പിൽ നിന്ന് സ്വയം 2 ബ്രസ്റ്റും തമ്മിൽ കമ്പയർ ചെയ്ത് നോക്കണം. ഷേപ്പിലോ സൈസിലോ അതിലുള്ള തൊലിയിലോ അല്ലെങ്കിൽ ബ്രസ്റ്റിന്റെ തൊലിയിലോ അല്ലെങ്കിൽ നിപ്പിളിലോ വല്ല മാറ്റങ്ങളുണ്ടോ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം. അതിനുശേഷം കിടന്നതിന് ശേഷം ക്ലാവിക്കിൾ എന്ന ഈ അസ്ഥിക്ക് താഴെ ഈ 3 വിരൽ വെച്ച് നമ്മൾ സർക്കുലറായി നല്ല രീതിയിൽ നോക്കണം. നിപ്പിളും അമർത്തിയിട്ട് വല്ല തടിപ്പുകൾ വല്ലതോ ഉണ്ടോ എന്നുള്ളത് 2 സൈഡിൽ നോക്കണം. അതുപോലെ തന്നെ നമ്മുടെ കക്ഷവും പരിശോധിക്കണം. എന്തുകൊണ്ടാണ് ഇത് ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, തുടക്കത്തിൽ കണ്ടെത്തിയാലുള്ള ബ്രസ്റ്റ് ക്യാൻസർ പൂർണ്ണമായ രോഗമുക്തി സ്റ്റേജ് 1-ൽ 90%-ലധികമാണ് ഇപ്പോഴത്തെ പുതിയ പഠനങ്ങളെല്ലാം പറയുന്നത്. അതുപോലെ നമുക്ക് സ്റ്റേജ് 1-ൽ തുടക്കത്തിൽ കണ്ടെത്താൻ കഴിയുകയാണെങ്കിൽ ഇതുപോലെ ട്രീറ്റ്മെന്റിന്റെ കോസ്റ്റ്, ട്രീറ്റ്മെന്റിന്റെ ഡ്യൂറേഷൻ, ട്രീറ്റ്മെന്റിന്റെ സിവിയറിറ്റി, വലിയ രീതിയിലുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കുന്നതിന് പകരം ഇതെല്ലാം നമുക്ക് കുറച്ചു കൊണ്ടുവരാൻ സാധിക്കുന്നതുമാണ്. ക്യാൻസർ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ എൻ്റെ ജീവിതം അതോടെ അവസാനിക്കുമോ? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്നാൽ ആളുകളെ മനസ്സിൽ വളരെ തെറ്റിദ്ധാരണയുള്ള ഒരു ചോദ്യമാണ് നിങ്ങൾ ചോദിച്ചത്. മനസ്സിലാക്കേണ്ടത് ക്യാൻസർ എന്നുള്ളത് വളരെ നല്ല രീതിയിലുള്ള പഠനങ്ങൾ നടക്കുകയും ചികിത്സയിൽ വളരെ ആധുനികമായ മോഡേൺ ആയിട്ടുള്ള പല മെത്തേഡുകൾ ഉപയോഗിക്കുകയും ചെയ്യുന്ന ഒരു ഫീൽഡാണ്. മെഡിസിനിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് റിസർച്ചുകൾ നടന്നുകൊണ്ടിരിക്കുന്ന ഫീൽഡാണ് ഓങ്കോളജി. അതിലെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, തുടക്കത്തിലും കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ബ്രസ്റ്റ് ക്യാൻസർ സ്റ്റേജ് 1-ന് 5 വർഷമോ അല്ലെങ്കിൽ 10 വർഷമൊക്കെ ജീവിക്കാനുള്ള സാധ്യതകൾ 90%-ലധികമാണ്. ഇന്ന് എല്ലാറ്റിലും ഉപരി ക്യാൻസറിന് കീമോതെറാപ്പി ഉണ്ട്, റേഡിയോതെറാപ്പി ഉണ്ട്, ഹോർമോൺ തെറാപ്പി ഉണ്ട്, ടാർഗറ്റഡ് തെറാപ്പി, ഇമ്മ്യൂണോതെറാപ്പി, അങ്ങനെ മറ്റു പല രീതിയിലുള്ള ട്രീറ്റ്മെന്റുകൾ ഉള്ളത് കൊണ്ട് മുന്നേ ക്യാൻസർ എന്നുള്ളത് 6 മാസത്തിൽ മരിക്കും എന്നുള്ള സാഹചര്യം മാറി. ഇന്ന് ഈവൻ 4th സ്റ്റേജിലുള്ള പല രോഗികളും നമ്മുടെ കൂടെ 2, 3, 4 വർഷം അല്ലെങ്കിൽ പലപ്പോഴും അതിലധികം കാലങ്ങൾ നല്ല രീതിയിൽ അസുഖത്തെ കൺട്രോൾ ചെയ്ത് നമുക്ക് കൊണ്ടുപോകാൻ പറ്റാറുണ്ട്. എല്ലാറ്റിലും ഉപരി ഇന്നത്തെ ക്ലാസ്സിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ഏർലി ഡിറ്റക്ഷൻ സേവ്സ് ലൈഫ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, തുടക്കത്തിൽ കണ്ടെത്തുക, രോഗം നമ്മൾ വളരാൻ അനുവദിക്കാതിരിക്കുക. പല ആളുകളും സ്തനത്തിലാണ് തടിപ്പ് എന്നുള്ളത് മറച്ചു വെച്ച് പറയാൻ വിഷമിച്ച് പലപ്പോഴും നമുക്ക് സ്റ്റേജ് ക്യൂറബിൾ ഏർലി സിംപ്ലി ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനിൽ നിന്ന് വലിയ രീതിയിലുള്ള ഹെവി ട്രീറ്റ്മെന്റ് കൊടുത്ത് ഇവരെ അസുഖത്തു നിന്ന് മോചിപ്പിക്കാനുള്ള സാഹചര്യങ്ങളിലേക്കാണ് ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്രദമാണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും വീഡിയോ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം.